Hello dear children, welcome to Kids Area Online. Kids Area Online 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് സൂമിൽ ലൈവ് ക്ലാസ് വൈകുന്നേരങ്ങളിൽ നൽകുന്നുണ്ട്. കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ്. അതുപോലെ LKG UKG ക്ലാസ്സസ് ഉണ്ട്. സ്പെഷ്യൽ ക്ലാസ്സസ് ആയി മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഇവയുടെ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ്സസ് ഉണ്ട്. ഫീ നൽകിയാണ് പഠിക്കാനുള്ളത്. താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799 ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ക്ലാസ് 1 ഇന്റഗ്രേഷൻ എപ്പിസോഡ് 12 12ാമത്തെ എപ്പിസോഡാണ്. 11 എപ്പിസോഡ്സും ക്ലിയർ ആണല്ലോ. 12ാമത്തെ എപ്പിസോഡ്സ് പഠിക്കാം. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഷേപ്സ് ആണ്. ഓരോ ഷേപ്സും എത്ര വീതമുണ്ട് അത് കറക്റ്റായിട്ട് കൗണ്ട് ചെയ്ത് എഴുതാനെന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. നോക്കി, ഈ നമുക്കറിയാം ട്രയാങ്കിൾ. ഇവിടെ എത്ര ട്രയാങ്കിൾ കാണുന്നുണ്ടെന്ന് കണ്ടെത്തി എഴുതുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഓരോ ട്രയാങ്കിൾ വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യണം? നിങ്ങളൊരു നമ്പർ ഇട്ട് പോവുക. അപ്പോൾ അത് കറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടെത്താൻ പറ്റും. 1 2 3 4 5 6 7. എത്ര ത്രികോണം ഇവിടെ ഉള്ള? എത്ര ത്രികോണം ഉണ്ടായിരുന്നു? എത്ര ത്രികോണം? ത്രികോണം നിങ്ങൾ കണ്ടല്ലോ. എത്ര ത്രികോണം ഇവിടെ ഉണ്ടായിരുന്നേ? പറഞ്ഞേ. 5 ആണോ? 6 ആണോ? അല്ല. അപ്പോൾ എത്രയാ? 7. യെസ്, വെരി ഗുഡ്. 7 ട്രയാങ്കിൾ, ത്രികോണം. 7 ട്രയാങ്കിൾസ്, ത്രികോണം. സ്ക്വയർ, എത്ര സ്ക്വയർ ഉണ്ടെന്ന് നോക്കി. എത്ര സ്ക്വയർ ഉണ്ടെന്ന് നോക്കി. എത്ര സ്ക്വയർ ആണ് ഇവിടെ ഉള്ളത്? എത്ര സ്ക്വയർ ഉണ്ട്? 1, ഇതൊരു സ്ക്വയർ ആണ്. 2, ഇതിനകത്ത് 3 4 2 സ്ക്വയർ ഉണ്ട്. ഇവിടെ ഒരു സ്ക്വയർ ഉണ്ട് 5, ദാ ഇവിടെ ഒരു സ്ക്വയർ ഉണ്ട് 6. അപ്പൊ സ്ക്വയർ എത്രയുണ്ട്? 6. ഇനി സർക്കിൾസ്, എത്ര സർക്കിൾസ് ഉണ്ടെന്ന് നോക്കി. എത്ര സർക്കിൾസ് ഉണ്ട്? ഇവിടെ ഒന്നുണ്ട്. 1 2 3 3 സർക്കിൾസ്. ഓക്കെ. അപ്പൊ ഇങ്ങനെ ഷേപ്സ് തന്നിട്ട് എത്രയുണ്ട് എന്ന് കൗണ്ട് ചെയ്ത് എഴുതാൻ പറഞ്ഞാൽ അറിയാലോ. ഇത് ട്രയാങ്കിൾ ആണ്. ഈ കാണുന്നത് ട്രയാങ്കിൾ, ത്രികോണം. എത്ര ത്രികോണം? ത്രികോണത്തിന്റെ ഷേപ്പ് കണ്ടോ? ഇത് സ്ക്വയർ, അത് നീളത്തിലാകാം, ഇതുപോലെ കറക്റ്റ് ഇതാകാം, എങ്ങനെ വേണമെങ്കിലും വരാം. 4 വരകൾ ഉണ്ടാവും. കണ്ടോ? ഇതിന് 3 വരകളാണ്. ത്രികോണത്തിന് 3 വരകൾ. റെക്ടാങ്കിൾ, സ്ക്വയറിന് 4 വരകൾ. ചതുരം. സർക്കിൾ എന്ന് പറഞ്ഞാൽ റൗണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഇതുപോലെ ഒരു മറ്റൊരു ചോദ്യമുണ്ട്. നോക്കി, ഇതൊരു, ഇവിടെ ഒരു ജീപ്പ് ഉണ്ട്, അല്ലെങ്കിൽ കാറുണ്ട്. ഇവിടെ ഒരു ബസ് ഉണ്ട്. കാറും ബസ്സും ഉണ്ട്. അപ്പൊ കാർ, ബസ്. ഈ കാറിൽ എത്ര ട്രയാങ്കിൾ ഉണ്ടായിരുന്നു? ബസ്സിൽ എത്ര ട്രയാങ്കിൾ ഉണ്ട്? കാറിൽ എത്ര ട്രയാങ്കിൾ ഉണ്ട്? ബസ്സിൽ എത്ര ട്രയാങ്കിൾ ഉണ്ട്? കാറിൽ എത്ര ട്രയാങ്കിൾ ഉണ്ട്? 1 2. എത്ര ഉണ്ടായിരുന്നു? 2. ബസ്സിൽ എത്ര ട്രയാങ്കിൾ ഉണ്ട്? 1 2 3 4 5. ഇനിയുണ്ടോ? ഇനിയുണ്ടോ? ഇല്ല. അപ്പൊ എത്ര എഴുതാം? 5. ഓക്കെ. ഇതുപോലെ സ്ക്വയർ എത്രയുണ്ട്? സർക്കിൾ എത്രയുണ്ട്? അപ്പൊ സർക്കിൾ നിങ്ങൾക്ക് കണ്ടെത്താലോ. സ്ക്വയർ ആണെങ്കിൽ എത്രയുണ്ട് ഇവിടെ? 1 2 3 3 ഇവിടെ എഴുതുക. സർക്കിൾ എത്രയുണ്ട്? 1 2 2 ഇവിടെ എഴുതുക. ഇനി ടോട്ടൽ എങ്ങനെ കാണാം? ടോട്ടൽ 2 + 5 എങ്ങനെയാ കാണുക? 2 + 5 = 2. 2 അവിടെ കിടക്കട്ടെ. 5 ഫിംഗേഴ്സ് എടുക്കുക. 2 കഴിഞ്ഞാൽ 3 4 5 6 7. ഓക്കെ, മനസ്സിലായോ? പിന്നെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് സർക്കിൾ ആണ്. സ്ക്വയർ നിങ്ങൾ കണ്ടെത്തുക കേട്ടോ. സർക്കിൾ, എത്ര സർക്കിൾ ഉണ്ട്? 1 2 2 ഇവിടെ എഴുതി. ഇത് നിങ്ങൾ സ്ക്വയർ നിങ്ങൾ ചെയ്ത് നോക്കണേ. ചതുരം നിങ്ങൾ ചെയ്ത് നോക്കണേ. ഉത്തരം പറയണേ. 2. എത്ര സർക്കിൾ ഇവിടെയുണ്ട്? 1 2 3. ഓക്കെ, ഇപ്പൊ ഇവിടെ എന്ത് എഴുതാം? ബസ്സിൽ 3 സർക്കിൾസ്. ടോട്ടൽ എത്രയാ? 2 + 3. 2 അവിടെ കിടക്കട്ടെ. 3 ഫിംഗേഴ്സ് എടുക്കുക. 2 കഴിഞ്ഞാൽ 3 4 5 5 ആണ്. 5 സർക്കിൾസ്, 7 ട്രയാങ്കിൾസ്. ഇനി സ്ക്വയർ. സ്ക്വയർ എത്രയാ?
1 2 3 എത്ര സ്ക്വയർ ഉണ്ട്? 3 സ്ക്വയേഴ്സ് ഉണ്ട്. ചതുരം 3 ചതുരങ്ങളുണ്ട്. അടുത്ത് ഇവിടെ വന്ന് നോക്കിയേ, എത്രയുണ്ട് നോക്കിയേ. 1 2 3 4 5 6 7 8 9 10 11 12. അടുത്ത് ഇവിടെ ഒരു വലിയ ചതുരം ഇല്ലേ, 13. 13 പ്ലസ് 3 എന്ത് ചെയ്യണം? ഇതുപോലെ എഴുതണം. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പൊ ഇങ്ങനെ ഒരു കണക്ക് വന്ന് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ അറിയാമല്ലോ? അറിയാം. ഇതിൽ നിന്നൊരു ചോദ്യം ഉണ്ടാവും, കൗണ്ട് ചെയ്ത് എഴുതാൻ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ഷേപ്പ് വരയ്ക്കാനായിരിക്കും. ഓക്കെ, നൽകിയിരിക്കുന്ന ഷേപ്സ് ഉപയോഗിച്ച് ഒരു ഷേപ്പ് വരയ്ക്കുക, അല്ലെങ്കിൽ എത്രയാണെന്ന് കൗണ്ട് ആൻഡ് റൈറ്റ് ആയിരിക്കും. കറക്റ്റ് ആയിട്ട് ചെയ്യാൻ അറിയാലോ? അപ്പോൾ വരുന്ന എപ്പിസോഡ്സിൽ നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് കാണാം കേട്ടോ. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു.